Hi everyone, this is GB Sebastian and welcome to GB's classes. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സയൻസിലെ നാലാമത്തെ ചാപ്റ്ററിൽ നമ്മൾ തേർഡ് പാർട്ടാണ് നോക്കുന്നത്. ഇതിനു മുമ്പ് 2 പാർട്ടിൻ്റെ വീഡിയോസ് ഓൾറെഡി ഉണ്ട്. ഇത് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോകളുടെ ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളതിൽ പഠിച്ചത് ക്ലിനിക്കൽ തെർമോമീറ്ററിനെ കുറിച്ചായിരുന്നു. ക്ലിനിക്കൽ തെർമോമീറ്റർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ എങ്ങനെ അളക്കാം എന്നൊക്കെയാണ് നമ്മളതിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാബോറട്ടറി തെർമോമീറ്ററിനെ കുറിച്ചാണ്. ലാബോറട്ടറി തെർമോമീറ്റർ, ഈ ചാപ്റ്ററിൻ്റെ പേര് ഹീറ്റ് എന്നാണ്. അപ്പോൾ ലാബോറട്ടറി തെർമോമീറ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലാബോറട്ടറി തെർമോമീറ്റർ, ഹൗ ഡു വി മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് അതർ ഒബ്ജക്ട്സ്? നമ്മൾ ഹ്യൂമൻ ബോഡിയിലെ ടെമ്പറേച്ചർ എങ്ങനെ എടുക്കുന്നു നോക്കിയിരുന്നു. അത് ക്ലിനിക്കൽ തെർമോമീറ്റർ വെച്ചാണ് എടുക്കുന്നത്. പക്ഷേ മറ്റുള്ള ഒബ്ജക്ട്സിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെ എടുക്കാൻ പറ്റും, അതിനുപയോഗിക്കുന്ന തെർമോമീറ്റർ ഏതായിരിക്കും? ഫോർ ദിസ് പേർപ്പസ് ദർ ആർ അതർ തെർമോമീറ്റേഴ്സ്. മറ്റ് തെർമോമീറ്ററുകളുണ്ട് മറ്റുള്ള ഒബ്ജക്ട്സിൻ്റെ ടെമ്പറേച്ചർ എടുക്കാനായിട്ട്. One such thermometer is known as laboratory thermometer. അങ്ങനെ ഒരു തെർമോമീറ്ററിൻ്റെ പേരാണ് ലാബോറട്ടറി തെർമോമീറ്റർ എന്ന്. ടീച്ചർ വിൽ ഷോ യു ദിസ് തെർമോമീറ്റർ. ടീച്ചർ അത് കാണിച്ചു തരും. ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ് കെയർഫുള്ളി. അതിൽ കെയർഫുള്ളി നോക്കണം. സൂക്ഷിച്ച് നോക്കിക്കഴിയുമ്പോൾ നോട്ട് ദ ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഇറ്റ് ക്യാൻ മെഷർ. അതിലെ ഹയസ്റ്റ് ടെമ്പറേച്ചർ എത്ര വരെ അതിന് മെഷർ ചെയ്യാൻ പറ്റും, ആൻഡ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഇറ്റ് ക്യാൻ മെഷർ. ഏറ്റവും താഴെ എന്താണ് അതിലെ മാർക്കിങ്, എത്രയാണ് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ അതിന് മെഷർ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ഏതാണ് ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ ആ തെർമോമീറ്റർ കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്നത് എന്ന് കെയർഫുള്ളി ഒബ്സർവ് ചെയ്ത് നോക്കണം എന്നാണ് പറയുന്നത്. The range of temperature, laboratory temperature, laboratory thermometer. The range of a laboratory thermometer is generally from -10 degrees Celsius to 110 degrees Celsius. ആ ലാബോറട്ടറി തെർമോമീറ്ററിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -10 ഡിഗ്രി, ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ അതിന് അളക്കാൻ പറ്റുന്നത് എത്രയാണ്? -10, 0 താഴെ -10 ഡിഗ്രി സെൽഷ്യസ് ടു 110 ഡിഗ്രി സെൽഷ്യസ്, 110 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ തെർമോമീറ്റർ വെച്ച് നമുക്ക് അളക്കാൻ പറ്റും. പക്ഷേ ക്ലിനിക്കൽ തെർമോമീറ്റർ, നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ അളക്കുന്ന തെർമോമീറ്റർ വെച്ചിട്ട് എത്രയായിരുന്നു നമ്മൾ അളക്കാൻ പറ്റിയത്? ഏറ്റവും കുറഞ്ഞത് 35 ഡിഗ്രി സെൽഷ്യസും ഏറ്റവും കൂടിയത് 42 ഡിഗ്രി സെൽഷ്യസും ആയിരുന്നു. അത് വെച്ച് നോക്കി നമുക്ക് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ അളക്കാൻ പറ്റിയിരുന്നത്. പക്ഷേ ഇവിടെ മറ്റുള്ള ഒബ്ജക്റ്റുകളുടെ ടെമ്പറേച്ചർ അളക്കാനായിട്ട് ലാബോറട്ടറി തെർമോമീറ്റർ വെച്ചിട്ട് നമുക്ക് -10 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 110 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ അളക്കാൻ പറ്റും. ഓൾസോ ആസ് യു ഡിഡ് ഇൻ ഇപ്പോൾ ഇതാണ്, ഇത് കുറച്ച് നീളമുള്ള തെർമോമീറ്ററാണ് ഈ ലാബോറട്ടറി തെർമോമീറ്റർ. അപ്പോൾ ഒന്നായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാവില്ലായിരുന്നു. അപ്പോൾ അത് പിന്നെ ഞാൻ പാർട്ടാക്കി. ഇത് ആദ്യത്തെ സെക്ഷനാണ്, 1 എഴുതിയിരിക്കുന്നത് ആദ്യത്തെ സെക്ഷൻ, പിന്നെ 2ാമത്തെ സെക്ഷൻ. ഈ 1ൻ്റെ മുകളിലാണ് ഈ 2ാമത്തെ വരുന്നത്, അതിൻ്റെ മുകളിൽ വരുന്ന പാർട്ടാണ് 3. ഇതെല്ലാം കൂടി ഒന്നാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഇതെല്ലാം കൂടി ഒന്നായിട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ 3ആയിട്ട് കാണിച്ചു. ഇപ്പോൾ ഏറ്റവും താഴെ ഉള്ളത് ഇവിടെ നമുക്ക് ഈ ബൾബ് കാണാൻ പറ്റും. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ നമ്മൾ അങ്ങനെ ബൾബ് കണ്ടായിരുന്നു. ആ ബൾബിൻ്റെ ഉള്ളിൽ എന്താണ്? മെർക്കുറിയാണ്. പിന്നെ ഈ നടുക്കിലൂടെ ഒരു ലൈനുണ്ട്, ചെറിയൊരു നടുക്കിൽ കൂടെ തന്നെ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു മെർക്കുറിൻ്റെ ത്രെഡ് ഉണ്ട്, മെർക്കുറി ലൈനുണ്ട്. അതിലൂടെയാണ് ഈ മെർക്കുറി കയറി പോകുന്നത്, നമുക്ക് കാണാനും പറ്റും. മെർക്കുറി മുകളിലോട്ട് കയറി പിന്നെ ഇവിടെയായിട്ട് ഒരു മാർക്കിംഗ് കാണാൻ പറ്റും. പിന്നെ അടുത്ത മാർക്കിംഗ് പിന്നെ അടുത്ത മാർക്കിംഗ്, വലിയ മാർക്കിംഗ് ഇവിടെ ഇങ്ങനെ. അപ്പോൾ എന്താണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്? 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. -1 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. -1 എന്നാണ്, അത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. -1 ആണ്. -1 എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ -10 ആണ്. -10 ഡിഗ്രി
സെൽഷ്യസ് ആണ്. അത് കഴിഞ്ഞിട്ട് 0 കാണിക്കുന്നുണ്ട്, അത് 0 ഡിഗ്രി സെൽഷ്യസിൻ്റെ മാർക്കിംഗ് ആണ്. അതിൻ്റെ മുകളിൽ 1 എന്ന് കാണിക്കുന്ന 1 എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ മുകളിൽ 2, പിന്നെ 3, 4 അങ്ങനെ -10 ഒരു 10-10ൻ്റെയാണ് വ്യത്യാസം വരുന്നത്. പിന്നെ 0 കൂടി 10 കൂട്ടുമ്പോൾ 10, പിന്നെ 20, 30, 40, 50, പിന്നെ ഇവിടെ ഒരു 6 കാണുന്നുണ്ട്, അത് 60 ആണ്. പിന്നെ 70, 80, 90, 100, 110. ഇവിടെ 100 എന്ന് മൊത്തമായിട്ട് എഴുതിയിട്ടുണ്ട്, 100, 110 എന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ താഴെ ഉള്ളതിൽ മൊത്തം അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെറിയ ചെറിയ ലൈനുകളൊന്നും പിന്നെ കാണാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് ഒരുപാട് കൺജസ്റ്റഡ് ആയി പോകും. അതുകൊണ്ടാണ് അങ്ങനെ എഴുതാതിരിക്കുന്നതിൽ. അപ്പം അങ്ങനെ എഴുതിയിട്ടുള്ളതും തെർമോമീറ്റർ കാണും. ഈ പടത്തിൽ അത് എഴുതിയിട്ടില്ല. അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? ചെറിയ മെഷർമെൻ്റ് എന്ന് പറയുന്നത് -10, ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ -10 തൊട്ട് ഏറ്റവും മുകളിലുള്ളത് 110, 110 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ തെർമോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് അളക്കാൻ പറ്റും. അപ്പം ഓൾസോ ആസ് യു ഡിഡ് ഇൻ ദ കേസ് ഓഫ് ക്ലിനിക്കൽ തെർമോമീറ്ററിൻ്റെ കേസിൽ നമ്മൾ അതിൻ്റെ 2 വലിയ ലൈനിൻ്റെ ഇടയിലുള്ള എത്ര ലൈനുകൾ ഉണ്ടെന്ന് എണ്ണി നോക്കി. അതുപോലെ തന്നെ ഇതിൻ്റെയും 2 വലിയ ലൈനുകളുടെ ഇടയിൽ എത്ര ഡിവിഷൻസ് ഉണ്ട് എന്നും എണ്ണി നോക്കാനാണ് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് സ്മോൾ ഡിവിഷൻ ഓൺ ദിസ് തെർമോമീറ്റർ റീഡ്സ്. അതുപോലെ തന്നെ എത്ര ചെറിയ സ്മോൾ ഡിവിഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ അത് ഓരോ സ്മോൾ ഡിവിഷനും എത്രയായിരിക്കാം അത് റീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് 10 വയ്ക്കട്ടെ, 10, പിന്നെ അടുത്തത് 20, 30, 40. ഇവിടെ 0 ഉണ്ട്, -10 ഉണ്ട്, -10, 0, 10, 20, 30, 40, 50, 60 അങ്ങനെ 110 വരെ ഉണ്ട് ഡിഗ്രി സെൽഷ്യസിൻ്റെ മാർക്കിംഗ്. അപ്പോൾ ഈ ഒരു 10ഉം 20ഉം തമ്മിൽ നമ്മളൊന്ന് നോക്കാം. നടുക്കിലൊരു ലൈൻ ഉണ്ട്. ആ നടുക്കിലെ ലൈനാണ് എത്രയായിരിക്കും? അത് 15 ആയിരിക്കും. ആ നടുക്കിലുള്ള 15, പിന്നെ 20, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലൈൻ ഉണ്ട് നടുക്കിൽ, അത് 25 ആയിരിക്കും. പക്ഷേ ഇത് ഒരുപാട് എല്ലാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. ഇത് അണ്ടർസ്റ്റുഡ് ആണ്. 10 കഴിഞ്ഞിട്ട് അതിൻ്റെ 10ൻ്റെയും 20ൻ്റെയും ഇടയിലുള്ള ലൈന് 15 ആണ്. അപ്പോൾ നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം 10ഉം 20ഉം തമ്മിലിൻ്റെ ഇടയിൽ എത്ര ലൈൻ ഉണ്ട് എന്നുള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 20 വരെ എത്തുമ്പോഴേക്കും 10 ലൈൻ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ 10 ലൈൻ ഉണ്ട്. 10ൻ്റെയും 20ൻ്റെയും ഇടയിൽ 10 ലൈൻ ഉണ്ട്. അപ്പോൾ ഈ 10 കഴിഞ്ഞിട്ട് ഈ അടുത്ത ഒരു ലൈൻ എന്തായിരിക്കും? അത് 11 ആയിരിക്കും. പിന്നെ 12, 13, 14, 15, 16, 17, 18, 19, 20. പിന്നെ 20 കഴിഞ്ഞിട്ട് പിന്നെയും 10 എണ്ണം ഉണ്ട്. അപ്പോൾ അടുത്ത ലൈൻ എന്ന് പറയുന്നത് 21, 22, 23, 24, 25, 26, 27, 28, 29, 30 അങ്ങനെയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ലൈനും എത്രയാണ് വാല്യൂ? ആ ഓരോ ലൈനിൻ്റെയും 1 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ യു വുഡ് നീഡ് ദിസ് ഇൻഫർമേഷൻ ടു റീഡ് ദ തെർമോമീറ്റർ കറക്റ്റ്ലി. ഈ ലാബോറട്ടറി തെർമോമീറ്റർ നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ, ടെമ്പറേച്ചർ റീഡ് ചെയ്യണമെങ്കിൽ മെർക്കുറി എവിടം വരെ എത്തിയെന്ന് നോക്കണം. മെർക്കുറി എവിടെ എത്തിയോ ആ പോയിന്റിനെ റീഡ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾക്ക് വാല്യൂ കിട്ടുന്നത്. ഇപ്പോൾ ഇവിടം വരെ എത്തിയെന്ന് വയ്ക്കുക, മെർക്കുറി ഇവിടെയാണെന്ന് വയ്ക്കുക, ഈ പോയിന്റിൽ ആണെന്ന് വയ്ക്കുക. അപ്പോൾ എത്രയായിരിക്കും? ഇത് 10 അല്ലേ? 10, 11, 12, 13, 14, 15, 16, 17, 18, 19 ആണ് വാല്യൂ. 20ൻ്റെ ഒരെണ്ണം മുമ്പിലാണെങ്കിൽ അത് 19 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്. നൗ ലെറ്റ്സ് ലേൺ ഹൗ ദിസ് തെർമോമീറ്റർ ഈസ് യൂസ്ഡ്. എങ്ങനെയാണ് ഈ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. പല പർപ്പസിനും പല തെർമോമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ദ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചേഴ്സ് ഓഫ് ദ പ്രീവിയസ് ഡേ. അപ്പോൾ നമ്മൾ ഈ പത്രത്തിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും കഴിഞ്ഞ ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചർ എത്രയൊക്കെയാണെന്ന് അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. റിപ്പോർട്ടഡ് ഇൻ വെതർ റിപ്പോർട്ട്സിൽ ഇത് നമുക്ക് കാണാൻ പറ്റും. ആർ മെഷേർഡ് ബൈ എ തെർമോമീറ്റർ കോൾഡ് മാക്സിമം മിനിമം തെർമോമീറ്റർ. ആ തെർമോമീറ്ററിൻ്റെ പേരാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. അതായത് മാക്സിമം ടെമ്പറേച്ചർ, ഒരു ദിവസത്തിലെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും റീഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന തെർമോമീറ്ററുകളെ മാക്സിമം മിനിമം തെർമോമീറ്റർ എന്നും പറയുന്നു. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചല്ല, നമ്മൾ ഏതിനെക്കുറിച്ചായിരുന്നു? ഈ ലാബോറട്ടറി തെർമോമീറ്ററിനെ കുറിച്ചായിരുന്നു. ഇതൊരു അഡീഷണൽ നോളജിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ബോക്സാണ്.
അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ലാബോറട്ടറി തെർമോമീറ്റർ യൂസ് ചെയ്യുന്നതാണ് ഈ ആക്ടിവിറ്റി 4.4 നമ്മൾ നോക്കാൻ പോകുന്നത്. ടേക്ക് സം ടാപ്പ് വാട്ടർ ഇൻ എ ബീക്കർ ഓർ എ മഗ്. ഒരു ബീക്കറിലോ ഒരു മഗ്ഗിലോ ടാപ്പ് വാട്ടർ എടുക്കുക, പൈപ്പിലെ വെള്ളം. ഡിപ്പ് ദ തെർമോമീറ്റർ ഇൻ വാട്ടർ സോ ദാറ്റ് ദ ബൾബ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ബട്ട് ഡസ് നോട്ട് ടച്ച് ദ ബോട്ടം ഓർ ദ സൈഡ്സ് ഓഫ് ദറ്റ് കണ്ടെയ്നർ. അതെന്താ പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യണം, ആ തെർമോമീറ്ററിനെ വാട്ടറിൽ ഡിപ്പ് ചെയ്യണം. അതിൽ ബൾബ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ ദ വാട്ടർ, ബൾബ് കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ ആയിരിക്കണം. അതുപോലെ തന്നെ ബട്ട് ഡസ് നോട്ട് ടച്ച് ദ ബോട്ടം, അതായത് ആ ബൾബ് ആ കണ്ടെയ്നറിൻ്റെ താഴെ ടച്ച് ചെയ്യരുത്. അതുപോലെ തന്നെ സൈഡിലോ, കണ്ടെയ്നറിൻ്റെ സൈഡിലോ ബീക്കറിൻ്റെ സൈഡിലോ ഒന്നും ടച്ച് ചെയ്യരുത്. വെള്ളത്തിൽ തന്നെ ആയിരിക്കണം അതിൻ്റെ ബൾബ് നിൽക്കേണ്ടത്. ഹോൾഡ് ദ തെർമോമീറ്റർ വെർട്ടിക്കലി പറഞ്ഞാൽ സ്ട്രെയിറ്റ് മുകളിലേക്ക് നമുക്ക് പൊക്കി പിടിച്ചിരിക്കണം. ആൻഡ് ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ മെർക്കുറി ഇൻ ദ തെർമോമീറ്റർ. മെല്ലെ മെല്ലെ ആ മെർക്കുറി മുകളിലോട്ട് വരുന്നത് കാണാൻ പറ്റും. ടെമ്പറേച്ചർ, അതായത് അതിൻ്റെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എടുത്തു കഴിയുമ്പോൾ മെല്ലെ 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 മുകളിലോട്ട് എത്രയാണോ ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അതുവരെ ആ മെർക്കുറി മുകളിലോട്ട് വരും. വെയിറ്റ് ടിൽ ദ മെർക്കുറി ത്രെഡ് ബിക്കം സ്റ്റഡി. ആ മെർക്കുറി മുകളിൽ വന്നിട്ട് ഒരു പോയിന്റിൽ എത്തുമ്പോൾ അത് അനങ്ങാതെ നിൽക്കും. പിന്നെ അത് മുകളിൽ കയറുകയോ താഴത്തോട്ട് പോവുകയോ ചെയ്യില്ല. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് അതിൻ്റെ ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അവിടെ എത്തുമ്പോൾ സ്റ്റഡി ആയി നിൽക്കുമ്പോൾ അത് നമുക്ക് ആ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റ് നമുക്ക് റീഡ് ചെയ്യണം. മെഷറിങ് ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ വിത്ത് ആൻ ലാബോറട്ടറി തെർമോമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ ബൾബ് താഴെ മുട്ടിയിട്ടില്ല, സൈഡുകളിലും മുട്ടിയിട്ടില്ല. ഇതിനെ നേരെ വെർട്ടിക്കലായിട്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് പിടിച്ചു നിൽക്കേണ്ടത്. പിന്നെ ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എവിടെ വരെ എത്തിയോ അവിടെ നോക്കണം. നോക്കിയിട്ട് വെള്ളത്തിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് തന്നെ ആ എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന്, മെർക്കുറി എവിടെ എത്തിയിരിക്കുന്നതെന്നും ആ റീഡിങ് എത്രയാണെന്നോ അവിടെ വെച്ച് തന്നെ നോക്കണം. അവിടെ വെച്ച് തന്നെ നോക്കി റെക്കോർഡ് ചെയ്യണം. നോട്ട് ദ റീഡിങ് നോട്ട് ചെയ്യണം. അവിടെ വെച്ച് തന്നെ നമ്മൾ റീഡിങ് നോട്ട് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ വാട്ടർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അതാണ്. കമ്പയർ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ റെക്കോർഡഡ് ബൈ ഈച്ച് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും എത്രയാണ്, അവർക്ക് എത്രയാണ് ടെമ്പറേച്ചർ കിട്ടിയെന്ന് കമ്പയർ ചെയ്ത് നോക്കും വേണം. ആദർ എനി വേരിയേഷൻസ് ഇൻ ദ റീഡിങ്, വേരിയേഷൻസ് വല്ലതും ഉണ്ടോ, വ്യത്യാസങ്ങളുണ്ടോ, ഓരോ കുട്ടികളുടെയും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടോ. ഡിസ്കസ് ദ പോസിബിൾ റീസൺ, എന്തൊക്കെയായിരിക്കാം അതിൻ്റെ പോസിബിൾ റീസൺ എന്ന് ഡിസ്കസ് ചെയ്യാം. ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം കാണുമായിരിക്കും, അല്ലാണ്ട് വലിയ വ്യത്യാസങ്ങൾ കാണാൻ വഴിയില്ല. ലെറ്റ് us try to answer this question. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ബോജോ now understand why clinical thermometer cannot be used to measure high temperature. ഇപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്തുകൊണ്ടാണ് ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാത്തതെന്ന് ബോജയ്ക്ക് ഇപ്പോൾ മനസ്സിലായി. എന്താന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ക്ലിനിക്കൽ തെർമോമീറ്റർ വെച്ച് സാധിക്കില്ല. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ എത്ര വരെയാണ് 35 തൊട്ട് 42 വരെ ഡിഗ്രി സെൽഷ്യസ് ആണ് അത് മെഷർ ചെയ്യാൻ പറ്റുന്നത്. പൂജയ്ക്ക് ഇപ്പോൾ മനസ്സിലായി അതങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന്. ബട്ട് സ്റ്റിൽ പൂജയ്ക്ക് ഒരു സംശയം, ഒരു ആശ്ചര്യം. whether a laboratory thermometer can be used to measure the body temperature. അവൻ്റെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ലാബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിക്കാൻ പറ്റുമോ? ക്ലിനിക്കൽ തെർമോമീറ്റർ വെച്ചിട്ട് മറ്റുള്ള ഒബ്ജക്റ്റിൻ്റെ, അതായത് ഹയർ ടെമ്പറേച്ചർ ഉള്ള ഒബ്ജക്റ്റിൻ്റെ ചൂട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ അളക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ ഒരു സംശയം എന്താണെന്ന് പറയുന്നത്, ഈ ലാബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ ബോഡി ടെമ്പറേച്ചർ അളക്കാൻ പറ്റുമോ എന്നൊരു സംശയം ബോജോയ്ക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ആൻസറാണ് നമ്മൾ അടുത്ത് വരുന്ന ഇതിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻ അഡീഷൻ ടു ദ പ്രിക്കോഷൻസ് നീഡഡ് വൈൽ റീഡിങ് ദ ക്ലിനിക്കൽ തെർമോമീറ്റർ വെച്ച് നമ്മൾ മെഷർ ചെയ്യും, അതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടി നമുക്ക് പ്രിക്കോഷൻസ് എടുക്കണം ലാബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിക്കുമ്പോൾ. എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഷുഡ് ബി കെപ്റ്റ് അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് വെർട്ടിക്കലായിട്ട് അതിനെ വെക്കണം, പിടിച്ച് വെക്കണം. നോട്ട് ടിൽറ്റഡ്, അതായത് സൈഡിലേക്കോ ഇങ്ങോട്ടോ ടിൽറ്റ് ചെയ്യാൻ പറ്റില്ല, ചെരിക്കാൻ പറ്റില്ല. ബൾബ് ഷുഡ് ബി സറൗണ്ടഡ് ഫ്രം ഓൾ സൈഡ്സ് ബൈ ദ സബ്സ്റ്റൻസ്. ഇവിടെ നമ്മളെടുത്തത് വാട്ടർ ആയിരുന്നു. അതുപോലെ തന്നെ ഏത് സബ്സ്റ്റൻസിൻ്റെ ആണോ നമ്മൾ ടെമ്പറേച്ചർ എടുക്കുന്നത്, ആ ബൾബിൻ്റെ ചുറ്റും
മുകളിലും താഴെയും സൈഡിലും ഒക്കെ ആയിട്ട് ബൾബിന് ചുറ്റും എന്തായിരിക്കണം, ആ സബ്സ്റ്റൻസ് ആയിരിക്കണം. എന്ത് സബ്സ്റ്റൻസിൻ്റെ ആണോ ടെമ്പറേച്ചർ എടുക്കുന്നത് ആ സബ്സ്റ്റൻസ് ആയിരിക്കും കവർ ചെയ്തിട്ടുണ്ടാവുക. അതായത് ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ സൈഡിലോ താഴെയോ ഒന്നും മുട്ടാൻ പാടില്ല. The bulb should not touch the surface of the container. കണ്ടെയ്നറിൻ്റെ സർഫേസിൽ ടച്ച് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് പറഞ്ഞാൽ കണ്ടെയ്നറിൻ്റെ സർഫേസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടെയ്നറിൻ്റെ ടെമ്പറേച്ചറാണ് അത് റീഡ് ചെയ്യുക, ആ വസ്തുവിൻ്റെ ടെമ്പറേച്ചർ അല്ല. അതുകൊണ്ട് വസ്തുവിൻ്റെ ടെമ്പറേച്ചർ റീഡ് ചെയ്യണമെങ്കിൽ ആ വസ്തുവിൻ്റെ അതിൻ്റെ ഉള്ളിലായിരിക്കണം ബൾബ്, വേറെ എവിടെയും ടച്ച് ചെയ്യരുത്. അപ്പോൾ ബൂജോ wonders why the level of the mercury should change at all when the bulb of the thermometer is brought in contact with another object. അപ്പോൾ വേറൊരു ഒബ്ജക്റ്റിൽ വേറൊരു സർഫേസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ മെർക്കുറിയിൽ ചേഞ്ച് വരുന്നത് എന്ന് പൂജയ്ക്ക് പിന്നെയും സംശയം. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ആക്ടിവിറ്റി ഉണ്ട് 4.5. അത് ടേക്ക് സം ഹോട്ട് വാട്ടർ ഇൻ എ ബീക്കർ ഓർ എ മഗ്. ഒരു ബീക്കറിലോ മഗ്ഗിലോ ഹോട്ട് വാട്ടർ എടുക്കണം, ചെറുതായി ചൂടുള്ള വെള്ളം. ആൻഡ് ഡിപ്പ് ദ തെർമോമീറ്റർ ഇൻ വാട്ടർ. എന്നിട്ട് ആ തെർമോമീറ്റർ ആ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യണം, മുക്കണം. വെയിറ്റ് ടിൽ ദ മെർക്കുറി ത്രെഡ് ബിക്കംസ് സ്റ്റഡി. മെർക്കുറി മുകളിലോട്ട് വരും, മുകളിലോട്ട് കയറി വന്നിട്ട് ഒരു ലെവലെത്തുമ്പോൾ അത് സ്റ്റഡി ആവും. അതാണ് അതിൻ്റെ ടെമ്പറേച്ചർ, അതാണ് അതിൻ്റെ റീഡിങ്. ശരിക്കുള്ള ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ മെർക്കുറി പിന്നെ മുകളിലേക്ക് കയറില്ല. നൗ ടേക്ക് ഔട്ട് ദ തെർമോമീറ്റർ ഫ്രം വാട്ടർ. അപ്പോൾ സ്റ്റഡി ആയി കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കഴിയുമ്പോൾ മെർക്കുറി വന്ന് സ്റ്റേബിളായ സമയം അത് കഴിഞ്ഞിട്ട് ടേക്ക് ഔട്ട് ദ തെർമോമീറ്റർ വെള്ളത്തിന് പുറത്തെടുക്കണം. ഒബ്സർവ് കെയർഫുള്ളി വാട്ട് ഹാപ്പൻസ് നൗ. പുറത്തെടുത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ വെള്ളത്തിൽ ടച്ച് ചെയ്തിട്ടില്ല ബൾബ്, പുറത്തുള്ള ടെമ്പറേച്ചർ കുറവോ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, മെർക്കുറി മെല്ലെ താഴോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഡു യു നോട്ടീസ് ദാറ്റ് ആസ് സൂൺ ആസ് യു ടേക്ക് the thermometer out of water, the level of the mercury begins to fall. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ ബൾബിന് തെർമോമീറ്ററിന് പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ എന്താവാൻ തുടങ്ങി, ഈ ലെവൽ ഓഫ് ദ മെർക്കുറി ബിഗിൻസ് ടു ഫോൾ. അപ്പോൾ അതിൽ മെർക്കുറിൻ്റെ ലെവൽ താഴോട്ട് വരാൻ തുടങ്ങി. This means that the temperature must be read while the thermometer is in water. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ആ വെള്ളത്തിൻ്റെ ചൂടാണെങ്കിൽ ടെമ്പറേച്ചർ ആണ് നോക്കുന്നതെങ്കിൽ ആ തെർമോമീറ്റർ ആ വെള്ളത്തിൽ വെച്ച് തന്നെ അപ്പോൾ തന്നെ നമുക്ക് ആ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കണം, എന്നിട്ട് റെക്കോർഡ് ചെയ്യുകയും വേണം, അതായത് എഴുതി വയ്ക്കുകയും വേണം. അപ്പോൾ അത് വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് കഴിയുമ്പോൾ ആ ടെമ്പറേച്ചർ അതിൽ വ്യത്യാസം വരും, ആ ടെമ്പറേച്ചർ താഴും, അല്ലെങ്കിൽ മെർക്കുറി താഴെ വരും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ കിട്ടില്ല. അത് എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്ത് തന്നെ വെച്ചിട്ടാണ്, അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചർ റീഡ് ചെയ്യണം. അപ്പോൾ യു മേ റീകോൾ ദാറ്റ് വൈൽ ടേക്കിംഗ് യുവർ ഓൺ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി, ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ, റീകോൾ ചെയ്യാനാണ് പറയുന്നത്, ഓർത്തെടുക്കാൻ. യു ഹാവ് ടു ടേക്ക് ദ തെർമോമീറ്റർ ഔട്ട് ഓഫ് യുവർ മൗത്തിൽ നിന്ന് എടുക്കണം, എന്നിട്ട് വേണം അതിൻ്റെ റീഡിങ് നോക്കുന്നത്. ആൻഡ് can you then use the laboratory thermometer to measure your body temperature? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ നാവിൻ്റെ അടിയിൽ വെച്ച് എടുത്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറിൽ ഒരു വ്യത്യാസം വരുന്നില്ല, നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് ടെമ്പറേച്ചർ റീഡ് ചെയ്യുന്നില്ല, പുറത്തെടുത്തിട്ടാണ് നോക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ലാബോറട്ടറി തെർമോമീറ്റർ എവിടെയാണോ വെച്ചിരിക്കുന്നത്, വെള്ളത്തിലാണെങ്കിൽ ആ വെള്ളത്തിൽ വെച്ച് അവിടെ തന്നെ വെച്ചുകൊണ്ട് നോക്കണം. പുറത്തെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ അതിൽ മാർക്കിങ്ങിൽ മെർക്കുറി താഴോട്ട് വരും, അതായത് മെർക്കുറിൻ്റെ എത്രയാണോ റീഡിങ് അത് താഴെ വരും, അപ്പോൾ വ്യത്യാസം വരും എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ക്യാൻ യു യൂസ് ദിസ് ലാബോറട്ടറി തെർമോമീറ്റർ ടു മെഷർ യുവർ ബോഡി ടെമ്പറേച്ചർ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഈ ലാബോറട്ടറി തെർമോമീറ്റർ വെച്ച് നോക്കാൻ പറ്റുമോ? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് നോട്ട് കൺവീനിയൻറ്റ് ടു യൂസ് ലാബോറട്ടറി തെർമോമീറ്റർ ഫോർ ദിസ് പർപ്പസ്. ഈ പർപ്പസിന് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോക്കാനായിട്ട് ലാബോറട്ടറി തെർമോമീറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളിൽ വെച്ചു പുറത്തെടുത്ത് നോക്കുമ്പോഴേക്കും ആ ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നു, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ അളക്കാനായിട്ട് ലാബോറട്ടറി തെർമോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ക്ലിയറായി. Why does mercury not fall or rise in a
ക്ലിനിക്കൽ തെർമോമീറ്റർ വെൻ ടേക്കൺ ഔട്ട് ഓഫ് ദ മൗത്ത്. മൗത്തിൽ നിന്ന് വായിൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് പോലും ഈ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ മെർക്കുറി മുകളിലോട്ട് കയറുകയോ അല്ലെങ്കിൽ താഴോട്ട് വരികയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ലാബോറട്ടറി തെർമോമീറ്റർ അങ്ങനെയല്ല, മെർക്കുറി താഴോട്ട് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടു. പക്ഷേ ഇതിൽ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എടുക്കുന്നതിൽ അങ്ങനെ ആവുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ആവാത്തത്? അപ്പോൾ ഒബ്സേർവ് എ ക്ലിനിക്കൽ തെർമോമീറ്റർ അഗെയിൻ. ഒന്നുകൂടി ആ ക്ലിനിക്കൽ തെർമോമീറ്റർ ഒന്ന് നോക്കാം. ഡു യു സീ എ കിങ്ക് നിയർ ദ ബൾബ്? ഇവിടെ നിയർ ദ ബൾബ് ഒരു ചെറിയൊരു കിങ്ക് പോലെ, ഒരു ഹമ്പ് പോലെ ഒരു സാധനം കാണുന്നുണ്ടോ? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദ കിങ്ക്? ആ കിങ്കിൻ്റെ അർത്ഥം, അതായത് യൂസ് എന്തായിരിക്കാം, എന്തായിരിക്കും അതിൻ്റെ ഉപയോഗം? ഇറ്റ് പ്രിവെൻറ്റ്സ് ദ മെർക്കുറി ലെവൽ ഫ്രം ഫാളിങ് ഓൺ ഇറ്റ്സ് ഓൺ. അതായത് അത് മെർക്കുറി മുകളിലേക്ക് വന്ന ആ മെർക്കുറി എവിടെയാണോ ടെമ്പറേച്ചർ അതുവരെ അത് വന്നിട്ടുണ്ട്, ആ മെർക്കുറി തന്നെ ഇത് താഴത്തോട്ട് വീഴില്ല, താഴത്തോട്ട് വരരുത്. നമുക്ക് എടുക്കണം, അത് വായിൽ നിന്ന് എടുക്കണം, എന്നിട്ട് നമുക്ക് റീഡ് ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട് മെർക്കുറി താഴെ വരാൻ പാടില്ല. അപ്പോൾ ഒന്ന് റീഡ് ചെയ്യുക, അതായത് മുകളിലേക്ക് വന്ന ആ മെർക്കുറി തനിയെ ഈ താഴോട്ട് വന്ന ബൾബിലോട്ട് വരില്ല. അപ്പോൾ അതിന് താഴോട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഷേക്ക് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചർ എടുക്കുന്നതിന് മുമ്പ് ഈ തെർമോമീറ്റർ, ക്ലിനിക്കൽ തെർമോമീറ്റർ ഷേക്ക് ചെയ്യുന്നത്. ഷേക്ക് ചെയ്ത് 35 ഡിഗ്രിയിലും താഴെ അതിൻ്റെ മെർക്കുറി ലെവലിൽ കൊണ്ടുവരണം. അപ്പോൾ ഷേക്ക് ചെയ്താൽ മാത്രമേ അത് എന്തുള്ളതുകൊണ്ടാണ്, ഈ കിങ്ക് ഉള്ളതുകൊണ്ടാണ് ഷേക്ക് ചെയ്യേണ്ടി വരുന്നത്. അതായത് ആ കിങ്ക് ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് താഴെ വീഴില്ല. അതുകൊണ്ട് നമുക്ക് എടുത്തിട്ട് സമാധാനത്തിൽ ആ ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യുക, റീഡ് ചെയ്യുക. അത് ആ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കിങ്ക് ഉള്ളത്. ആ കിങ്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ വെച്ച് നമുക്ക് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അളക്കാൻ പറ്റുന്നത്. ദർ ഈസ് എ ലോട്ട് ഓഫ് കൺസേൺ ഓവർ ദ യൂസ് ഓഫ് മെർക്കുറി ഇൻ തെർമോമീറ്റർ. തെർമോമീറ്ററിലുള്ള മെർക്കുറിയെ കുറിച്ച് ഒരുപാട് പേടികളുണ്ട്, കൺസേൺസ് ഉണ്ട്. മെർക്കുറി ഈസ് എ എന്താണെന്ന് പറഞ്ഞാൽ ടോക്സിക് സബ്സ്റ്റൻസ് ആണ്, വിഷമുള്ള പദാർത്ഥമാണ് ഈ മെർക്കുറി. ആൻഡ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിസ്പോസ് ഇഫ് എ തെർമോമീറ്റർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെർക്കുറി പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് ഒരു ബോൾ പോലെ ലിക്വിഡ് മെറ്റലാണ്, ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഡിസ്പോസ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. ടോക്സിക് സബ്സ്റ്റൻസും ആയതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ദീസ് ഡേയ്സ് ഇപ്പോൾ ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് ആർ അവൈലബിൾ വിച്ച് ഡു നോട്ട് യൂസ് മെർക്കുറി. ചില തെർമോമീറ്ററുകളുണ്ട്, അതിൽ ഡിജിറ്റൽ തെർമോമീറ്ററുകളാണ്. ഡിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ എത്രയാണോ ടെമ്പറേച്ചർ അത് ഡിജിറ്റ്സിൽ എഴുതി കാണിക്കുന്നത്. വിച്ച് ഡു നോട്ട് യൂസ് മെർക്കുറി, അതിൽ മെർക്കുറിൻ്റെ ഉപയോഗം ഇല്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി സേഫ് ആയിരിക്കും, കൺവീനിയൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് തെർമോമീറ്ററാണ്, ഇതിൻ്റെ ബൾബാണ്, ഇതിൻ്റെ ഉള്ളിൽ മെർക്കുറി ഒന്നുമില്ല, ജസ്റ്റ് എത്രയാണോ ടെമ്പറേച്ചർ എന്നുള്ളത് അതിൽ എഴുതി കാണിക്കും. അപ്പോൾ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഇതായിരുന്നു ഇന്ന് നമ്മൾ പഠിച്ചത്. എന്തിനെക്കുറിച്ചായിരുന്നു? ലാബോറട്ടറി തെർമോമീറ്ററിനെ കുറിച്ചായിരുന്നു. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.